ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ധ്യാന വിഷയമാക്കി. വലിയൊരു പ്രതിസന്ധിയിലൂടെ പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയും അതിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ മതമണ്ഡലത്തിൽ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. അനുദിന ബലി, ഞായറാഴ്ച കുർബാന, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, മതബോധന മേഖല, ധ്യാനവുമായി ബന്ധപ്പെട്ട മേഖല, ഇവിടെയെല്ലാം തന്നെ കഴിഞ്ഞ ഒരു 10 മാസമായിട്ടുള്ള കോവിഡ് മൂലമുണ്ടായ ഒരു പ്രതിസന്ധി, അതിനെ നമ്മൾ തരണം ചെയ്യാൻ, അതിജീവിക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ അനേകം പേരുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്ന വിശ്വാസവുമായിട്ടുള്ളവരുടെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പള്ളി പോയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ തന്നെ നടത്തിയാൽ മതി, ഗാർഹിക ദേവാലയം കുടുംബ ദേവാലയമായിട്ട് മാറുന്നു, ഇടവക പള്ളി അതിന് ഇങ്ങനെയുള്ള അനുദിന ബലിക്ക് നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല, ഞായറാഴ്ച കുർബാന മുടങ്ങിയാലും കുഴപ്പമില്ല, ഈസ്റ്റർ കാലഘട്ടത്തിലെ പോലെ വീട്ടിലിരുന്ന് അനുദപിച്ച് ഓൺലൈനായിട്ട് പാപമോചനാശീർവാദം പോലും പ്രാപിക്കാം തുടങ്ങിയ ചിന്താഗതിയിലേക്ക് കുറേ പേര് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ആ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങൾ, നമ്മുടെ ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ, നമ്മൾ കോവിഡിനെ അതിജീവിക്കാനായിട്ടുള്ള ശാസ്ത്രീയമായ സഹായങ്ങൾ ദൈവകൃപയാൽ ലോക രാഷ്ട്രങ്ങളിലെ ശാസ്ത്രലോകം അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വാക്സിനൊക്കെ വരുന്നു, വൈറൽ മെഡിസിൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള പ്രത്യാശ ലോകാരോഗ്യ സംഘടന ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഇടവകകളിലും ഒക്കെ അനുദിന ബലികളും ഞായറാഴ്ച കുർബാനയൊക്കെ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക, അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താമെന്ന സഭ നിർദ്ദേശം നൽകിയിട്ട് അതിനെ സ്വീകരിച്ചവർ വളരെ വളരെ കുറവാണ്. പല വികാരിച്ചന്മാർ എന്നോട് പറഞ്ഞു, ഇടവക ദൈവാലയങ്ങളിൽ ഞായറാഴ്ച പള്ളി നിറയെ 2-3 കുർബാനയ്ക്ക് വന്നിരുന്നു. അനുദിന ബലികളിൽ മിനിമം ഒരു 100 പേര് 150 പേരൊക്കെ വന്നിരുന്ന ഇടവക ദേവാലയങ്ങളിൽ ഇപ്പോൾ ഒരു വലിയ ക്രൈസിസിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കാരണത്താൽ ഇതൊരു അനുകൂലമായ, അവരുടെ തീരുമാനത്തിന് അനുകൂലമായൊരു സാഹചര്യമായി കണ്ടുകൊണ്ട് കുർബാനയിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. ഇപ്പോൾ കോവിഡ് പകരുമെന്നുള്ള ഒരു കാരണത്താൽ അവർ കുർബാനയ്ക്ക് വരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതൊന്നും ഇല്ലാതിരുന്നപ്പോൾ ദൈവം അനുഗ്രഹിച്ചില്ലേ? ഈ ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. വികാരിയച്ഛന്മാരും അഭിയുന്ന പിതാക്കന്മാരുമായിട്ട് ഞാനിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ കേട്ടിട്ടുള്ള കമൻ്റാണ്, ഞാൻ തന്നെയും കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനൊരു കാര്യമുണ്ട്. നിങ്ങൾ ലോകം മുഴുവനും ഗ്രസിച്ച ഒരു മഹാമാരിയുടെ ഒരു ലോക ജനങ്ങളെ മുഴുവനും, ലോകത്തുള്ള സകല ജനങ്ങളെ, 760 കോടി ജനങ്ങളെ ബാധിക്കുന്ന 220ഓളം രാഷ്ട്രങ്ങളെ ബാധിച്ച, അല്ലെ 218 രാഷ്ട്രങ്ങളെ ബാധിച്ച ഒരു മഹാദുരന്തത്തിൽ നമുക്ക് സമൂഹത്തിൽ ഒരുമിച്ച് കൂടാൻ, ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടാൻ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സന്ദർശിക്കാൻ, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ ഒരുമിച്ചുകൂടി ധ്യാനിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ആ സാഹചര്യത്തിൽ ദൈവം തിരുസഭയിലൂടെ നമുക്ക് ചില പ്രത്യേകമായ ക്രമീകരണങ്ങൾ നൽകി. അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൊക്കെ നോക്കിയാൽ കാണും. അവർക്ക് ദൈവാലയം നഷ്ടപ്പെട്ട ജെറൂസലേം ദേവാലയം ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ വന്നിട്ട് തകർത്ത് തരിപ്പണമാക്കി ഇവരെ ബാബിലോണിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ട് കുറേ പേര് അവിടെ തന്നെ അടിമകളായി കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിലും അവർക്ക് ദൈവാലയം ഇല്ലായിരുന്നുവെങ്കിലും, വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യമില്ലായിരുന്നുവെങ്കിലും, ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ ജനത്തോട് ദൈവം വിശ്വസ്തത പുലർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ മുന്നേറുവാൻ ദൈവം കൊടുക്കുന്ന സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും ആനുകൂല്യങ്ങളെയും അവർ സ്വീകരിക്കാത്തതിനെ ദൈവം വളരെ കർശനമായിട്ട് കുറ്റം വിധിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ദൈവാലയങ്ങളിൽ കുർബാനയ്ക്ക് പോകാനൊരു സാഹചര്യം വന്നിട്ടുണ്ട്. സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഇടവക ദൈവാലയങ്ങളിൽ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുമ്പോൾ അതിലൂടെ എന്ത് സംഭവിക്കും? അത് പങ്കെടുക്കുന്നില്ല, സൗകര്യം ഉണ്ടായിട്ടും ഈ കോവിഡിൻ്റെ പേരും പറഞ്ഞ്
ഞായറാഴ്ച കുർബാന പോലും മുടക്കുന്നവർക്ക് അവർക്ക് എന്താ നഷ്ടപ്പെടുന്നത്? അതിനെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അവരൊരു പ്രത്യേക പാപം ചെയ്തപ്പോൾ അതിന് ദൈവം പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുക. അത് ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ കർത്താവിന് പുറംതിരിഞ്ഞു എന്നൊരു വാക്കാണ്. കർത്താവിന് പുറംതിരിയുക എന്ന് പറയുന്ന വാക്കിനെ ഞാനൊന്ന് വ്യാഖ്യാനിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതിൽ 43-ാമത്തെ തിരുവചനം ഞാനൊന്ന് വായിക്കാം. ഇസ്രായേൽ ജനതയോട് ദൈവം പറഞ്ഞു, നിങ്ങൾ കാനാൻ ദേശം ഒറ്റ നോക്കിയിട്ട് 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തർ പോയി ഒറ്റ നോക്കിയിട്ട് ഒന്ന് റിപ്പോർട്ട് കൊണ്ടുവരിക. അത് മോശ വഴി നടപ്പിലാക്കിയെടുത്തെങ്കിലും ജോഷുവ, കാലബ് എന്നിവരുടെ നേതൃത്വത്തിൽ പോയി നമുക്ക് അവിടെ ചെന്ന് ആ ജനത്തെ പരിഗണിക്കാതെ അവിടെ പോയി ആ നാട് സ്വന്തമാക്കാമെന്നുള്ള റിപ്പോർട്ട് ഇവർ കൊടുത്തെങ്കിലും അതിൽ ഭൂരിഭാഗം പേരുടെ റിപ്പോർട്ട് നേരെ തിരിച്ചായിരുന്നു. കാലബ് ജോഷുവായും കൃത്യമായ നിർദ്ദേശം റിപ്പോർട്ട് കൊടുത്തെങ്കിലും മറ്റു പലരും അതിനെ എതിർത്തു. അങ്ങനെ വന്നപ്പോൾ ജനങ്ങളെല്ലാം മോശയ്ക്കും അഹ്റോനൊക്കെതിരായിട്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭമുണ്ടാക്കി കല്ലെറിഞ്ഞ് കൊല്ലാൻ പോലും നടപടിയെടുത്തപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിയെങ്കിൽ പോരാൻ പറഞ്ഞു. നിങ്ങൾ പോകണ്ട. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പോകാമെന്നും പറഞ്ഞ് അവർ വീണ്ടും പോകാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞ വാക്കാണ് ഈ സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ 43-ാമത്തെ വചനം. കർത്താവിന് പുറം തിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ നിന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല. അതായത് ദൈവം അസാധാരണമായ അതിസ്വാഭാവികമായ ഒരു സംരക്ഷണം അവർക്ക് കൊടുത്ത് രാത്രിയിൽ ദീപസ്തംഭമായി പകൽ മേഘസ്തംഭമായി അവരുടെ മുന്നേ നടന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവമാണ്. ഫറവോയുടെ സൈന്യത്തിൻ്റെ പിടിയിൽപ്പെടാതെ സംരക്ഷിച്ച ദൈവമാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ അവർ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൽ ശരണപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ദൈവത്തെ അനുസരിച്ചുമില്ല. അങ്ങനെ ഒരു പാപം ചെയ്തു. വലിയ ദുരന്തത്തിൽപ്പെട്ട് കിടന്ന 430 വർഷക്കാലം ഈ പ്രവാസം ഈജിപ്തിൽ, അതും യാക്കോബിൻ്റെ മക്കളുടെ പാപനിമിത്തം ഉണ്ടായതാണ്. ജോസഫിനെ വിറ്റതുകൊണ്ടാണ് അവർ അടിമത്തത്തിലേക്ക് പോയത്. അങ്ങനെ 430 വർഷക്കാലത്തെ വിപ്രവാസത്തിൽ ജോസഫിനെ അവിടെ സ്വീകാര്യനാക്കി മാറ്റിയ ഫറവോ മരിച്ചു കഴിഞ്ഞ് പിന്നീട് വന്ന ഫറവോമാരുടെ കാലഘട്ടത്തിൽ അടിമത്തത്തിൻ്റെ ചങ്ങലകളാൽ ഒരു ബന്ധിക്കപ്പെട്ട് കിടന്നു. അവസാനം മോശയുടെ നേതൃത്വമുള്ളവരെ മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക്. യാക്കോബിൻ്റെ മക്കളുടെ പാപം വഴി ഇവർ വിപ്രവാസത്തിലേക്ക് പോയെങ്കിൽ ആ സന്തതി പരമ്പരകളിൽപ്പെട്ട ഒരുവനെ ഉയർത്തിയിട്ട് അവനിലൂടെ ദൈവത്തിൻ്റെ അത്ഭുത കരബലം പ്രകടമാക്കുന്ന ഭുജബലം പ്രകടമാക്കുന്ന അത്ഭുതത്തിലൂടെ പ്രവൃത്തിയിലൂടെ അവരെ ഇക്കരെ കൊണ്ടുവന്നു. അങ്ങനെ ചെങ്കടൽ കടത്തി. എന്നിട്ട് ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തു സീനായി മലയിൽ വെച്ച്. ആ ഉടമ്പടി പ്രകാരം കിട്ടിയ ഒരു അഭിഷേകവുമായി ഇവർ ഇനി മുന്നോട്ട് പോകണം. ആ അഭിഷേകവും മുന്നോട്ട് പോകേണ്ട സമയമായപ്പോഴാണ് ഈ ദേശം ഒറ്റുനോക്കാൻ പോയവരുടെ കുറേ പേരുടെ തെറ്റായ റിപ്പോർട്ട് കേട്ട് ജനം പ്രതികരിച്ചത്. ആ പ്രതികരണത്തെയാണ് ദൈവം പുറംതിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പുറംതിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിൽ ഒരു വചനം ഞാൻ ഒന്ന് വായിക്കുകയാണ്. 29-ാം അധ്യായത്തിൽ അതിൽ പ്രത്യേകിച്ച് ഹെസക്കിയ രാജാവ് ലേവി പുരോഹിതന്മാരെ വിളിച്ചുകൂട്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവാലയം നവീകരിച്ച് അവിടെ വലിയൊരു നവീകരണം വരുത്തിയിട്ട് ജനത്തിൻ്റെ വിശ്വാസത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഹെസക്കിയ രാജാവ് പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു. പാപം ചെയ്യുന്ന എല്ലാ നിമിഷങ്ങളിലും ഒരു അവിശ്വസ്തതയുടെ പാപമുണ്ട്. ഈ അവിശ്വസ്തത എന്ന് പറയുമ്പോൾ അതിനെ ഞാനൊന്ന് വിശദീകരിച്ച് പറയട്ടെ. ദൈവത്തോടുള്ള വിശ്വസ്തത, എന്നോട് തന്നെയുള്ള വിശ്വസ്തത, മറ്റുള്ളവരോടുള്ള വിശ്വസ്തത, എൻ്റെ ജീവിതാന്തസ്സിനോട് ദൈവവിളിയോടുള്ള വിശ്വസ്തത, എൻ്റെ കടമകളോട്, എൻ്റെ കരിയറിനോട്, എൻ്റെ പ്രൊഫഷനോട്, എൻ്റെ ജോലിയോടുള്ള വിശ്വസ്തത എനിക്കുണ്ടാകണം. അങ്ങനെ ഒരു വിശ്വസ്തത അത് വരുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. ഏത് വിശ്വാസത്തിൽ നിന്ന്? സത്യവിശ്വാസം, ട്രൂ ഫെയ്ത്ത്. ഉറച്ച വിശ്വാസം, അടിയുറച്ച വിശ്വാസം, സ്ട്രോങ് ഫെയ്ത്ത്. 3, കലർപ്പില്ലാത്ത വിശ്വാസം, അൺഅഡൾട്രേറ്റഡ് ഫെയ്ത്ത്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ, ദൈവത്തിലുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിലേ എനിക്ക്
വിശ്വസ്തതയുടെ പുണ്യം ഉണ്ടാകുള്ളൂ, അവിശ്വസ്തതയുടെ പാപം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ അവിശ്വസ്തതയുടെ പാപം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസക്കുറവാണ്, ദൈവത്തിലുള്ള വിശ്വാസക്കുറവ്. അപ്പോൾ ഇപ്പം നമുക്ക് ബലിയിൽ പങ്കെടുക്കാൻ ഞായറാഴ്ച എങ്കിലും ഒന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? കോവിഡ് രോഗമൊന്നും പകർന്നു കിട്ടാതെ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്ന സംവിധാനങ്ങൾ എല്ലാ ദേവാലയങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ധ്യാന കേന്ദ്രത്തിൽ അവിടെ കുർബാന ഒരുക്കിയപ്പോൾ അടുത്തുള്ള വികാരി അച്ഛന്മാർ, 2 വികാരി അച്ഛന്മാരോട് സംസാരിച്ചിട്ട് ഞാൻ കുർബാന ഒരുക്കിയതിനെക്കുറിച്ച് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ എങ്ങനെയാണ് ഒരുക്കിയത്? ഞാൻ പറഞ്ഞു, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം, ഞങ്ങൾ അതനുസരിച്ച് ഇരിപ്പിടം തയ്യാറാക്കി, പിന്നെ എൻട്രൻസിൽ ഞങ്ങൾ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. കുർബാന കഴിഞ്ഞിട്ടാണെങ്കിലും ആരും നിന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും ന്യൂസ് പങ്കുവയ്ക്കാനും പോകരുത്, എൻ്റെ അടുത്തും സംസാരിക്കാൻ വരണ്ട, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അവരെല്ലാം പാലിച്ചു. പള്ളിയിൽ വന്ന ഒരാൾക്ക് പോലും കോവിഡ് പിടിച്ചില്ല. അവിടെ വന്നതിൻ്റെ പേരിൽ ആർക്കും കോവിഡ് പിടിച്ചില്ല. ഇത് കോവിഡ് വരുമെന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മുൻകരുതലുകൾ എടുത്ത് കുർബാനയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടും അതിൽ പങ്കെടുക്കാതെ ഇതിൻ്റെ പേരിൽ, ഈ ഒരു രോഗത്തിൻ്റെ പേരിൽ കുർബാനയും കുമ്പസാരവും കുർബാന സ്വീകരണവും അവസരമുണ്ടായിട്ട് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവിശ്വസ്തതയുടെ പാപം ഉണ്ടോ അതിൻ്റെ പിന്നിലെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനുള്ള കാരണം അവിശ്വാസമാണോ എന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അതിനൊരു കാരണം നമ്മൾ പുറംതിരിഞ്ഞിരിക്കുന്നതല്ലേ? ആ പുറംതിരിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ പോകണം, ഒന്നുകൂടെ വായിക്കാൻ പോകേണ്ട ഒരു വചനം. ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിലെ, നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു. ദൈവത്തോടുള്ള വിശ്വസ്തത, നമ്മോട് തന്നെയുള്ള വിശ്വസ്തത, മറ്റുള്ളവരോടുള്ള വിശ്വസ്തത, ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത, പൗരോഹിത്യം, സന്യാസം, കുടുംബജീവിതം, ഇതാണ് ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ ഓടി വന്നേ. ഭർത്താവും ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കുന്ന മക്കളോടൊപ്പം ബിസിനസ് സംബന്ധമായ ഒരു കാര്യത്തിന് വടക്കേ ഇന്ത്യക്ക് അയാൾക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ ഒരാളും കൂടിയുണ്ട്, അതൊരു സ്ത്രീയാണ്. അവർ 2 പേരും തിരികെ പോകാൻ എയർപോർട്ടിലെത്തിയപ്പോഴാണ്, ബിസിനസ് ടൂറാണ്, കമ്പനി തന്നെ സംഘടിപ്പിച്ചാണ്, ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞ് രാത്രിയിലാണ് അവരറിയുന്നത്, വൈകുന്നേരമാണ് അറിയുന്നത്, നാളെ കഴിഞ്ഞ് പുറപ്പെടാൻ പറ്റുള്ളൂ, കാലാവസ്ഥയാണ് കാരണം. അപ്പോൾ ഇനി ഒരു അറിയിപ്പ് വരെ ഈ ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നറിഞ്ഞപ്പോൾ അവരൊരുമിച്ച് കൂടി അവരെവിടെയെങ്കിലും താമസിക്കണം രാത്രി. സുഹൃത്തുക്കളാരുമില്ല, ഞാൻ സ്ഥലമൊന്നും ഇവിടെ പറയുന്നില്ല, സുഹൃത്തുക്കളാരുമില്ല. അവസാനം സ്വാഭാവികം, നമുക്കറിയാം, ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു മുറിയിൽ, ഹോട്ടലിൽ മുറിയിൽ കൊണ്ടുപോയാക്കാനായിട്ട് ബുദ്ധിമുട്ടും. പക്ഷെ ഇവർ 2 പേരും, ഞാനിപ്പോൾ പറയുന്നത് ഒരു മാതൃകയായിട്ട് ആരും എടുക്കല്ലേ, 2 പേരും ഒരു മുറിയിൽ താമസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ പുരുഷൻ ആ സ്ത്രീയോടൊരു ചോദ്യം ചോദിച്ചു, ഇത് ആരെങ്കിലും ഒരു വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുകയോ നമുക്കെന്തെങ്കിലും ഒരു പ്രലോഭനം ഉണ്ടാകുകയോ ചെയ്താൽ ഒരു മഹാദുരന്തത്തിലെത്തിക്കും. അതുകൊണ്ട് ഒരു കാര്യത്തിൽ വിശ്വസിക്കണം, നീ താമസിക്കുന്ന മുറിയുടെ ചുറ്റും മാലാഖ വൃന്ദങ്ങൾ വന്ന് കാവൽ നിൽക്കുന്നെന്നും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചം നിൻ്റെ ചുറ്റുമുള്ളത് തകർക്കാൻ ഒരു പിശാചനും പറ്റില്ലെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ധൈര്യത്തോടു കൂടി ആ മുറി പോയി താമസിച്ചോളാൻ പറഞ്ഞു. ഇയാൾ വേറെ മുറി താമസിച്ചു. എന്ന് മാത്രമല്ല, എൻ്റെ ഒരു സുഹൃത്തായിരുന്ന അദ്ദേഹം എന്നെ രാത്രി വിളിച്ചു. ഒരു 11 മണിയായി ആ സമയത്ത്. അപ്പം അതിനുവരെ ഒരു ആലോചനയായിരുന്നു. 8 മണിക്കെല്ലാം അറിഞ്ഞതാണ്. ഒരു മുറി ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീയുടെ നിർബന്ധത്താൽ, സ്ത്രീ നിർമ്മലയാണ്, നിഷ്കളങ്കയാണ്, പക്ഷെ പേടി കാരണമാണ് അയാൾ മുറി താമസിക്കണം, ഇയാളിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഒരു പാപ സാഹചര്യം വേണ്ട, എത്ര വിശ്വസ്തതയും വിശുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണ് പക്വതയുള്ളത്, വിവേകം ഉള്ളവരങ്ങനെ ചെയ്യൂ എന്നുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവം സംരക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മനുഷ്യൻ ഇങ്ങനൊരു ഉപദേശം കൊടുത്തു. രാത്രിയിൽ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, അപകടകരമായൊരു സാഹചര്യമാണത്. നിങ്ങൾ 2 പേരും പാപം ചെയ്യുകയില്ലായിരിക്കാം, പക്ഷേ ഇത് കാണുന്നവരെല്ലാം അങ്ങനെ മനസ്സിലാക്കണമെന്നില്ല. ആ സ്ത്രീയെ സംരക്ഷിക്കാൻ ഈശോയുടെ കൂട്ടായ്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞു. തീരുമാനം അവരെടുത്തു. ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ വിശ്വസ്തതയുടെ, ആ വിശുദ്ധമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പുണ്യം ഏതാണ്?
ആരും അറിയാൻ പോകുന്നില്ല അവർ തമ്മിൽ തെറ്റ് ചെയ്താലും. പക്ഷേ അവർ രണ്ടുപേരുടെ ഉള്ളിലുള്ള ബോധ്യം, ദൈവത്തോടുള്ള വിശ്വസ്തതയുള്ളവർക്കെല്ലാം തങ്ങളോട് തന്നെ വിശ്വസ്തതയുണ്ട്. അത് മറ്റുള്ളവരുടെ വിശ്വസ്തതയാണ്. അതിൻ്റെ ഫലമായി ജീവിതാന്തസ്സിനോടൊരു വിശ്വസ്തതയുണ്ട്. എന്തുകൊണ്ടാണ് ചിലരൊക്കെ ബ്ലൂ ഫിലിം കാണുന്നത്? എന്തുകൊണ്ടാണ് ചിലരെ ഇൻ്റർനെറ്റ് സൈറ്റിലൊക്കെ കയറിയിട്ട് അശ്ലീല പരിപാടി കാണുന്നത്? എന്തുകൊണ്ടാണ് ജീവിത പങ്കാളിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും മറ്റു പലരെയും മോശമായി ഭാവനയിൽ കണ്ട് പാപകരമായ വികാരത്തിലേക്ക് പോകുന്നത്? വിശ്വസ്തതയുടെ കുറവ് കൊണ്ട്. വിശ്വസ്തതയുടെ കുറവ് കൊണ്ട് വിശുദ്ധി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാരണം എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ്. അതെങ്ങനെ വന്നു എന്ന് ഇതാ ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കാം. അവിടുത്തെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പുറംതിരിഞ്ഞു എന്ന വാക്കാണ്. ഈ പുറംതിരിഞ്ഞിരിക്കുന്ന അതിനെക്കുറിച്ച് വളരെ വളരെ കാഠിന്യമുള്ള ഒരു വാക്കുകൊണ്ട് ജെറമ്യാ പ്രവാചകന് പറഞ്ഞിട്ടുണ്ട്. ജെറമ്യാ 2:27 അവർ എനിക്കെതിരെ അവരുടെ മുഖമല്ല പൃഷ്ഠമാണ് തിരിച്ചത്. അത്രയും കഠിന പദം ഉപയോഗിച്ച് അവിടെ പറഞ്ഞു. നമുക്കറിയാം എന്താ അവിടെ ഉദ്ദേശിച്ചതെന്ന്. അത് പറയാനുള്ള കാരണം ഈ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിന്ന് കിട്ടുന്ന ഒരു വിശുദ്ധിയുമായി ജീവിക്കുന്നവർക്ക് ഈ പുറംതിരിയലുണ്ടാവില്ല. ഈ പുറംതിരിയാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? അവർ കർത്താവിൻ്റെ വാസസ്ഥലത്ത് നിന്ന് മുഖം തിരിച്ചു. എന്നിട്ട് പറയുകയാണ് അവിടുത്തെ മുമ്പിൽ പുറംതിരിഞ്ഞു. ഞാനിതൊന്ന് വ്യാഖ്യാനിക്കട്ടെ. ഈ മുഖം തിരിക്കലും പുറംതിരിയലും എന്താ അതെന്നറിയോ? ഈ മുഖം തിരിക്കലാണ് ലഘുപാപം, ചെറിയ ചെറിയ പാപങ്ങൾ. പുറംതിരിയലാണ് മാരകപാപം. കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനെ ഞാൻ ചവിട്ടി പുറത്താക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ്റെ ഹിതമനുസരിച്ച് തമ്പുരാനെ സ്നേഹിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഞാൻ എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ വേദനിപ്പിക്കുന്നു. ഈശോയുടെ വേദനയ്ക്ക് കാരണം ഞാനാണ്. എൻ്റെ മനോഭാവം, എൻ്റെ പ്രതികരണം, എൻ്റെ പ്രവർത്തന ശൈലി, എൻ്റെ ജീവിത ശൈലി, ഇത് നിമിത്തം ഞാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ തമ്പുരാനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ലഘുപാപം. ആ ദൈവത്തെ അനുസരിക്കാതെ വേദനിപ്പിക്കുന്ന ദൈവത്തെ ചവിട്ടി എന്നിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടിയാണ് മാരകപാപം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുക. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനെ ഞാൻ വേദനിപ്പിക്കുന്ന എൻ്റെ മനോഭാവം വഴിയോ, എൻ്റെ പ്രതികരണങ്ങൾ വഴിയോ, എൻ്റെ വാക്കുകൾ വഴിയോ, എൻ്റെ പ്രവൃത്തികൾ വഴിയോ, ഉപേക്ഷ വഴിയോ വേദനിപ്പിക്കുന്നു. പക്ഷെ ദൈവം അവിടെ എന്തു ചെയ്യും? വെളിപാട് 3:19-20 ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. അതാരോടാ പറയുന്നത്? ഈ പുറത്താക്കി, ദൈവത്തെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്ന പാപികളോട് ദൈവം പറയുക, ഞാൻ നിൻ്റെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുക. നോക്കിംഗ് അറ്റ് ദ ഡോർ, ലിസൺ, ഹിയർ ഐ സ്റ്റാൻഡ് ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ. ഞാൻ നിൻ്റെ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അവൻ്റെ അകത്ത് വരും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കോവിഡ് ലോക്ക്ഡൗണിൻ്റെയും ദൈവാലയത്തിൽ പോകാനായിട്ട് അല്ലെങ്കിൽ സാധ്യതയില്ലാതിരുന്ന, നിയമപരമായിരിക്കും ഉത്തരവാദിത്വമില്ലാതിരുന്ന കാലഘട്ടത്തിൻ്റെയും ആ മേഖലയിൽ ഒരു മരവിച്ച മനസ്സും മരവിച്ച ആത്മീയതയുമായിട്ട് പോയിട്ട് ആണ് നമ്മൾ ഉള്ളതെങ്കിൽ ഇപ്പോൾ ഒരു ആത്മശോധനയിലൂടെ അത് തിരുത്തണം. നമുക്കൊരു ഉണർവുണ്ടാകണം. കാരണം നമുക്ക് ഈ ഒരു 10 മാസത്തോളം വേണ്ടെന്ന് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ അനിവാര്യമാണ്, നമ്മുടെ ആത്മീയ അഭിഷേകത്തിനും ആരോഗ്യത്തിനും അനിവാര്യമാണെന്ന് അറിയാമായിട്ടും നമ്മൾ പലരും ഈ ഒരു ഒഴുകഴിവിൻ്റെ പേരിൽ കർത്താവിന് നേരെ മുഖം തിരിക്കുന്നുണ്ടോ? ഈ മുഖം തിരിക്കൽ എങ്ങനെയാണെന്നറിയോ? ഇപ്പം എൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുകയാണ്, ഞാൻ ഈശോയെ നോക്കുന്നു. ഐ എം ലുക്കിംഗ് അറ്റ് ദ ലോർഡ് ജീസസ് ആൻഡ് ഐ എം ടേണിങ് മൈ ഫേസ് അവേ ഫ്രം ദ ലോർഡ്. മുഖം തിരിച്ചു. അതായത് എൻ്റെ ഈശോയെ ഞാൻ നോക്കുന്നില്ല, എന്നെ നോക്കുന്ന കർത്താവിനെ ഞാൻ നോക്കുന്നില്ല. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ് 3 തവണ തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂവി കഴിഞ്ഞ ഉടനെ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ആ നോട്ടം പത്രോസ് എങ്ങനെ അറിഞ്ഞത്? ആ നോട്ടത്തിലാണ് പത്രോസ് വീണത്, അനുദപിച്ചത്, പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞത്. മാർപ്പാപ്പായിട്ട് അവരോധിക്കപ്പെടാനുള്ള മാനസാന്തരത്തിൻ്റെ തുടക്കം അവിടെയായിരുന്നു.
ആ കർത്താവ് തന്നെ നോക്കുന്നത്. അതിനു മുമ്പ് ഈശോ പറഞ്ഞു, ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറയും. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണ്? നിന്റെ കൂടെ പോകാൻ വേണ്ടി വന്ന മരിക്കാൻ പോലും തയ്യാറാണ്. അത്രയും വലിയ വീരവാദം മുഴക്കിയ പത്രോസിനോട് ഈശോ പറഞ്ഞു, കോഴി കൂവുന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറയും. ഇത് പറഞ്ഞ പത്രോസ് ഈശോയുടെ ഒരു തിരുനോട്ടത്തിലൂടെ, ആ കണ്ണുകളിൽ നിന്നൊഴുകിയ സ്നേഹത്തിൻ്റെ അഗ്നിയുള്ള നോട്ടത്തിലൂടെ പത്രോസ് മാനസാന്തരപ്പെട്ടു. അവൻ പുറത്തുപോയി മനംതൊന്ന് കരഞ്ഞു. ആ മനംതൊന്ന് കരച്ചിലൂടെയാണ് തള്ളിപ്പറഞ്ഞ പത്രോസ് മാർപ്പാപ്പായിട്ട് അവരോധിക്കപ്പെട്ടത്. എന്നാൽ ഈ നോട്ടം യൂദാസ് നേരെ എത്ര തവണ ഈശോ നോക്കിയിട്ടുണ്ട്? യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റയ്ക്കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ, 13 അധ്യായം 21 വചനം, 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റയ്ക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ യൂദാസിനെ വ്യക്തമായിട്ട് അറിയാം ഈശോ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ ആർക്കും മനസ്സിലായില്ല. ആരാണെന്ന് ഓരോരുത്തരും ചോദിച്ച് പറഞ്ഞു, ഞാൻ ആർക്ക് അപ്പക്കഷ്ണം മുക്കി കൊടുക്കുന്നു അവരെന്നെ ഒറ്റ കൊടുക്കും. ഇത് പറഞ്ഞിട്ട് ഈശോ അപ്പം മുക്കിയെടുത്ത് യൂദാസിന് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും യൂദാസിന് പിടികിട്ടി. പക്ഷേ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ എങ്കിൽ ബാക്കിയുള്ള 11 പേർക്ക് പിടികിട്ടിയില്ല. രണ്ടാമത്തെ മുന്നറിയിപ്പ് അവഗണിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത്, നീ ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുക. എന്താ ചെയ്യാനുള്ളത്? ഒറ്റ കൊടുക്കാമെന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ഞാൻ അഗ്രി ചെയ്യുന്നില്ല. എന്താ യൂദാസ് ചെയ്യാനുള്ളത്? പശ്ചാത്തപിച്ച് തിരിച്ചുപോയി ആ പണം തിരിച്ചു കൊടുത്ത് യേശുവിൻ്റെ മുമ്പിൽ വന്ന് അനുദപിച്ച് യേശുവുമായി പുനരൈക്യപ്പെടണമായിരുന്നു. വാതിലിൽ മുട്ടിയതാണത്. പക്ഷേ അവസാനം എന്ത് ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നു, അതായത് അന്ധകാരമായിരുന്നു, അതായത് ഇരുട്ടിലേക്ക് പോയി, പിശാചൻ്റെ ഭരണമേഖലയിലേക്ക് പോയി. അവിടെ നിന്നാണ് അവൻ ഒറ്റക്കൊടുത്തിട്ട് അവസാനം തൂങ്ങി മരിച്ചത്, നാശമുണ്ടായത്. അതായത് എന്തുകൊണ്ടാണ് യൂദാസ് ഇങ്ങനെ യേശുവിനെ ചവിട്ടി പുറത്താക്കിയിട്ട് അവസാനം തൂങ്ങി മരിച്ചത്? അവൻ്റെ വാതിൽ മുട്ടുന്ന ദൈവത്തിൻ്റെ തിരുമുട്ട്, അതാണ് പ്രേരക വരപ്രസാദത്തിൻ്റെ പ്രത്യേകത. ഏതൊരു പാപിക്ക് നൽകുന്ന പ്രേരക വരപ്രസാദം, പാപമില്ലാത്തവന് നൽകുന്ന പുണ്യാഭിവൃദ്ധിക്കുള്ള പ്രേരക വരപ്രസാദം, അത് നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ മുഖം തിരിക്കൽ അത് പുറംതിരിയലായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, പത്രോസ് അങ്ങനെ പുറംതിരിഞ്ഞു പോയെങ്കിലും അവൻ നേരെ തിരിച്ചു വന്നൊരു 180 ഡിഗ്രി ടേൺ ഉണ്ടായി. ഇപ്പോൾ നമുക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്, അബദ്ധങ്ങൾ പറ്റി. അങ്ങനെ നമുക്ക് ദൈവകൃപ നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ? വിശ്വസ്തതയും ഉണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസ്തതയുണ്ടാകും, വിശ്വസ്തതയുണ്ടെങ്കിൽ വിശുദ്ധി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ തെറ്റ് പറ്റിയാലും, ബലഹീനതയിൽ എന്തെങ്കിലും കാലിടറിയാലും, എൻ്റെ മനസ്സൊന്ന് പതറിപ്പോയാലും ഉടനടി ആ പ്രേരക വരപ്രസാദം സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ വാസസ്ഥലത്തുനിന്നവർ മുഖം തിരിച്ചു, അവിടുത്തെ മുൻപിൽ പുറം തിരിഞ്ഞു. ഇതാണ് സംഖ്യയുടെ പുസ്തകം 14 അധ്യായത്തിൽ കാണുന്നത്. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളുടെ കർത്താവിന് പുറം തിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ ജെറമ്യായുടെ ആ 2 അധ്യായത്തിലെ 27 വചനം കണ്ടു. അവരുടെ പൃഷ്ഠമാണ് കർത്താവിനെതിരെ തിരിച്ചത്. ദിനവൃത്താന്തത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അവർ പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ, ഈ കർത്താവിനോട് പുറംതിരിഞ്ഞിരുന്നല്ല, പിതാക്കന്മാർ അങ്ങനെ ചെയ്തിരുന്നതിനാൽ അവർക്ക് വലിയ തെറ്റുപറ്റി. അങ്ങനെ നമ്മുടെ ദൈവാലയമൊക്കെ തകർന്നു കിടക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അഭിഷേകമില്ലാതായി. തിരുത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിച്ചെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നലെ ധ്യാനിച്ചു ജെറമ്യ 6:16, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കുവിൻ, പഴയ പാതകൾ തേടണം, നേരായ മാർഗത്തിയടിയതിൽ സഞ്ചരിക്കണം, അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. ഈ പഴയ പാതകൾ ഒന്ന് തേടേണ്ട സമയമാണ് ഇത്, ഈ ധ്യാനദിനങ്ങൾ. നിങ്ങൾ ഇതുവരെ ഇടവക പള്ളിയിൽ പോയി കുമ്പസാരിക്കാനോ, ധ്യാന കേന്ദ്രങ്ങളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ പോയി കുമ്പസാരിക്കാനോ കഴിഞ്ഞ 10 മാസമായിട്ട് പറ്റാത്തവരാണെങ്കിൽ, ഇനിയും നമ്മൾ കഴിഞ്ഞ ഈസ്റ്റർ കാലത്ത് അല്ലെങ്കിൽ നോമ്പിൻ്റെ അവസാനം അഭിവന്യ പിതാക്കന്മാരും ഒക്കെ നൽകിയിരിക്കുന്ന ഒരു ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെ പാപമോചനം സ്വീകരിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടരുത്. നിങ്ങളെ കുമ്പസാരിപ്പിക്കാൻ അച്ഛന്മാർ തയ്യാറാണ്. ഞാനൊരു വ്യക്തിയുടെ ആത്മാർത്ഥത ഓർക്കുക. ഞാൻ പിന്നെ ഇങ്ങനെ അമേരിക്കയിലെ ചില കാര്യമൊക്കെ പറയുന്നൊരു പൊങ്ങച്ചമായിട്ട് എടുക്കല്ലേ. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണമല്ലോ അച്ഛാ. അപ്പോൾ ഞാൻ അന്നത്തെ നിയമം പറഞ്ഞു, ഇപ്പോൾ അഭിവന്യ പിതാവ് നൽകിയ നിർദ്ദേശം അനുസരിച്ച് വ്യക്തികളെ കുമ്പസാരിപ്പിക്കാൻ അനുവാദമില്ലല്ലോ. പെട്ടെന്ന് അവിടെ നിന്ന് അയാൾ
മുള ചീന്തുന്ന പോലെ എന്നൊക്കെ നമ്മൾ സാഹിത്യ ഭാഷ പറയില്ല, അതുപോലെ ഒരു പൊട്ടിക്കരച്ചിൽ. അപ്പോൾ ഇദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, മലയാളിയാണ്, പക്ഷേ ജനിച്ചു വളർന്നത് ആ നാട്ടിലാണ്. പൊട്ടിക്കരഞ്ഞ് വേറൊന്നും പറയുന്നില്ല. ഞാൻ ഉടനെ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഇങ്ങ് വാ, ഞാൻ കുമ്പസാരിപ്പിക്കാം. അപ്പം അന്നത്തെ സഭ നൽകിയ നിർദ്ദേശം അനുസരിച്ച് എനിക്ക് അങ്ങനെ വ്യക്തികളെ കുമ്പസാരിപ്പിക്കാനായിട്ട് അല്ല പോലീസിൻ്റെ നിയമം അനുസരിച്ച് പാടില്ല. പക്ഷേ ഞാൻ ആലോചിച്ചു, ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിനടുത്ത് ഒരു 10-15 മീറ്റർ അകലെ അവിടെ ദേവാലയമുണ്ട്. ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ദേവാലയമുണ്ട്, 300 പേർക്ക് ഇരിക്കാൻ ദേവാലയമാണ്. ആരുമില്ല അവിടെ. ഞാൻ ആ പള്ളി ചെന്നിട്ട് അവിടെയുള്ള AC ഒക്കെ ഓൺ ചെയ്തു. അവിടെ പള്ളിയൊക്കെ നേരത്തെ AC ഓൺ ചെയ്തിട്ടിരിക്കണം. ഞാൻ പറഞ്ഞു, മോൻ വാ, ഞാൻ കുമ്പസാരിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അയാൾ അവിടെ കുമ്പസാരിക്കാൻ വന്ന് ഒരു നല്ല കുമ്പസാരം നടത്തി, വിശുദ്ധ കുമ്പസാരം നടത്തി. ജെന്യൂയിനായ റിപ്പൻറ്റൻസ് എന്ന് പറയും, വളരെ സത്യസന്ധമായ അനുതാപമുള്ള ഒരു കുമ്പസാരം നടത്തി. ഈ കുമ്പസാരം കഴിഞ്ഞ് ആശ്വാസമായി, മുഖത്ത് ചിരിയുമായി, മനോപീഡയൊക്കെ അകന്നതിൻ്റെ ആനന്ദവും സ്വാതന്ത്ര്യവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന്, അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മുമ്പിൽ കൈ ഇങ്ങനെ കൂപ്പി നിന്നിട്ട്, അത് കഴിഞ്ഞ് കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞ ഒരു നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നോട് പറഞ്ഞ അടുത്ത വാക്ക് കുമ്പസാരത്തിൻ്റെ ഭാഗമല്ല, ഫാദർ, ഐ വാസ് എ ഡെവിൾ ബട്ട് നൗ ഐ എം എൻ ഏഞ്ചൽ. ഞാനൊരു പിശാചായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ മാലാഖയായി. കുമ്പസാരത്തിൻ്റെ ശക്തി അത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. ഈശോയുടെ മുമ്പിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി യഹൂദ പ്രമാണികളൊക്കെ കൊണ്ടുവന്ന് അവളെ കല്ലെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പം ഈശോ ഒരൊറ്റ വാചകം കൊണ്ട് അവിടെ ആത്മശോധനയ്ക്ക് അവളെ ഒന്ന് പ്രേരിപ്പിച്ചു. അവിടെ നിന്നിരുന്നവരുടെ ആത്മശോധനയ്ക്കൊപ്പം അവരുടെ ആത്മശോധനയ്ക്ക് ഈശോ ഒരു തിരുമൊഴി ഒഴുക്കി. അത്, നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ ഈ യഹൂദരുടെ കല്ലേറ് കൊള്ളാൻ ഒരുങ്ങി നിലത്ത് കിടക്കുന്ന സ്ത്രീ യേശുവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ കരകവഞ്ഞൊഴുക്കിൽ അവളവിടെ കിടക്കുക, അതിൽ കുളിച്ച കിടക്കുന്നത്, ആ കരുണയാണ് ഒഴുകി ചെല്ലുന്നത്. അപ്പോൾ ഒരു വലിയ മിറക്കിൾ നടക്കുക. അതെന്താണെന്നറിയോ? 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവർക്ക് സൗഖ്യത്തിനായിട്ടുള്ള പ്രാർത്ഥന നടത്തിയപ്പോൾ ഈശോ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. ഗോ ആൻഡ് ഷോ യുവർ സെൽസ് ടു ദ പ്രീസ്. പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു കർമ്മമാണ് ഈ കുമ്പസാരം. എന്തിനാ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുന്ന? അങ്ങനെ ഒരു സംവിധാനമാണ് സഭയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവം. എനിക്കെന്തുകൊണ്ട് നേരിട്ട് ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൂടാ? ദൈവം ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്രമീകരണം സഭയിലൂടെ ഒരുക്കിയത്. സഭ അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അങ്ങനെ കുമ്പസാരത്തിനായിട്ട് നിങ്ങൾ തയ്യാറാകണം. എന്നെ സംബന്ധിച്ച് പുരോഹിതനായി 31 വർഷമായി എനിക്ക് സഭ എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതേ ഞാൻ ചെയ്യുകയുള്ളൂ. കാരണം സഭ എൻ്റെ ആത്മീയ അമ്മയാണ്. സഭയിലാണ് ഞാൻ ജനിച്ചത്, മാമോദീസ് എന്ന കൂദാശയിലൂടെ. സഭയിലാണ് ഞാൻ വളർന്നു വന്നത്, സ്ഥൈര്യലേപനത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും ഒക്കെ വന്നത്. ആ സഭയിലാണ് ഞാനൊരു പുരോഹിതനായത്, പൗരോഹിത്യ പട്ടം എന്ന കൂദാശയിലൂടെ. ആ സഭയിലൂടെ കിട്ടുന്ന ആത്മീയ ജീവനാണ് എൻ്റെ ആത്മാവിൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് സഭയുടെ ഔദ്യോഗികമായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് വന്നവയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളുണ്ട്, സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സഭ തരുന്നുണ്ട്. ചിലതിനൊക്കെ ചില പ്രത്യേക കാലങ്ങളിൽ ഇളവും തരും. അതിനുള്ള അധികാരം സഭയ്ക്കുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സഭ പറയുന്നു, കഴിഞ്ഞ കോവിഡ് കാലത്ത് നിങ്ങൾ പള്ളിയിൽ പോയി കുമ്പസാരിച്ചില്ലെങ്കിലും പാപമോചന ആശീർവാദം ഈസ്റ്റർ കാലഘട്ടങ്ങളിൽ തരുന്നത് മേടിച്ചു. ആ ഔദാര്യത്തെ സഭയുടെ ആരുടെയെങ്കിലും പ്രത്യേക ഔദാര്യമല്ലാതെ ഈശോമിശിഹായുടെ ഔദാര്യമായിരുന്നത്. ഈശോമിശിഹായുടെ ഔദാര്യം തിരുസഭ തിരിച്ചറിഞ്ഞപ്പോൾ നമ്മുടെ പറഞ്ഞതാണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയല്ല. നേരിട്ട് കുമ്പസാരിക്കാൻ സൗകര്യപ്പെടുന്നവരെല്ലാം അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാം. ഇനി ഒരാൾ കോവിഡ് രോഗബാധിതനാണ്, അയാൾക്ക് കുമ്പസാരിക്കണം. ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക്. നിങ്ങൾ ആ രോഗക്കിടക്കയിൽ ഒന്ന് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ടൊരു പുരോഹിതന് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാൻ കുമ്പസാരിക്കാൻ സൗകര്യമില്ലെങ്കിലും
ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ പൂർണ്ണ അനുതാപത്തോടെ തമ്പുരാനോട് മാപ്പ് പറയുക. സഭയുടെ കൂട്ടായ്മയിൽ നിങ്ങൾ അനുദപിച്ച് നിൽക്കുമ്പോൾ, സഭയിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും സകല വിശുദ്ധാത്മാക്കളുടെ പുണ്യയോഗ്യതയുടെയും മാലാഖമാരുടെ കൂട്ടായ്മ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഈശോമിശിഹായുടെ പാപമോചനാശീർവാദം നിങ്ങൾക്ക് കിട്ടും. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എല്ലാവരും കല്ലിട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു, ആരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല ഗുരു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. അതാണ് പാപമോചനാശീർവാദം. ശിക്ഷ അത് ഒഴിവാക്കി കൊടുത്തു. അവളെ ഈശോ കഴുകി ശുദ്ധമാക്കി താൻ അർപ്പിക്കാൻ പോകുന്ന പാവന ബലിയുടെ യോഗ്യത മുൻകൂട്ടി ആസ്വദിക്കാൻ അവളെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പാപമോചനത്തിൻ്റെ ആശീർവാദത്തിന് തത്തുല്യമായ ഒരു ആശ്വാസ മൊഴി യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് ഈ പാപിനിയായ സ്ത്രീയുടെ നേരെ ചെന്നപ്പോൾ, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് 11-ാം അധ്യായത്തിൽ ലാസറിന്റെ കുഴിമാടത്തങ്ങളിൽ നിന്ന് ഈശോ ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചീഞ്ഞഴിഞ്ഞു കിടക്കുന്ന, മരിച്ചിട്ട് 4 ദിവസമായ ഒരു ജഡത്തിലേക്ക് ഈശോയുടെ സുഖപ്പെടുത്തുന്ന, ജീവൻ പ്രദാനം ചെയ്യുന്ന, പുനഃസൃഷ്ടി നടത്തുന്ന വചനത്തിൻ്റെ ജീവൻ ഒഴുകി ചെന്നപ്പോൾ ആ ജീവകോശങ്ങൾ വീണ്ടും ഉണർന്നു. അവൻ്റെ ശരീരം ജീവനുള്ളതായി മാറി. പക്ഷെ അതിനുമുമ്പ് ഒരു കാര്യം ചെയ്തു, ആ കല്ല് തുരുട്ടി മാറ്റണം. നമ്മളാണ് പാപം ഉപേക്ഷിക്കേണ്ടത്, പാപം ക്ഷമിക്കേണ്ട ദൈവമാണ്. പക്ഷേ കല്ലുരുട്ടി മാറ്റുന്ന പ്രക്രിയ നമ്മുടേതാണ്. ഞാൻ ഒരു ഗാന ശുശ്രൂഷയിൽ നിങ്ങളെ നയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡെബിനച്ചൻ ഇപ്പം നിങ്ങളുടെ കൂടെ ഗാനങ്ങൾ ആലപിച്ച്, ഒരു അനുതാപത്തിൻ്റെ ഒരു ഗീതം ആലപിച്ച്, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മധുരമുള്ള അനുഭവത്തിൽ നിങ്ങൾ നയിക്കും. നിങ്ങൾ കൂടെ പാടിയില്ലെങ്കിലും ആ പാട്ടിൻ്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ദൈവത്തെങ്കിലും ഉയർത്തും. നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ അനുതാപത്തോടെ ഒരു നല്ല കുമ്പസാരത്തിന് ഒരുങ്ങുന്നവരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ്, അവൻ്റെ മുൻപിൽ ആരൊക്കെ അകപ്പെട്ടിട്ടുണ്ടോ? തമ്പുരാൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ? നമ്മൾ കാണുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ആദ്യത്തെ വികാരം എന്ന് പറയുന്നത് ഞാൻ പാപിയാണെന്നുള്ളതാണ്. തമ്പുരാൻ്റെ ആ സ്നേഹത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അവൻ്റെ അത്ഭുതം കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയ. ഓരോ പ്രവാചകന്മാരെ ദൈവം വിളിക്കുമ്പോൾ വിളിക്കുന്ന മാത്രയിൽ തന്നെ തങ്ങളുടെ തന്നെ അശുദ്ധിയെക്കുറിച്ചാണ് അവരുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവർ, നമ്മൾ ദൈവത്തെ കണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വചനം പറയുന്ന ഏറ്റവും വലിയ അടയാളമാണ് ഞാൻ പാപിയാണ് എന്നുള്ളൊരു ബോധവും നമുക്കുണ്ടോ? നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ ബലഹീനതകൾ, എൻ്റെ അയോഗ്യതകൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ കുറവുകളെല്ലാം നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ നിരത്തി വയ്ക്കുന്നു. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുന്നത്. ആത്മാവിനോട് ചേർന്ന് ഈ ഗാനത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ ഇറക്കി വെക്കുന്നത്. ഒരു നിമിഷം എൻ്റെ ഈശോയെ, നിൻ്റെ മുൻപിൽ ഒന്ന് മനസ്സ് തുറന്നായിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പാടി തമ്പുരാനെ ആരാധിച്ച് പാടാം. തുറന്ന് പങ്കിടാൻ ദാഹം
എല്ലാത്തിനെയും ഓർത്ത് മനസ്തപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ നൽകിയ പാപങ്ങൾ, ഞാൻ നൽകിയ വേദനകൾ എല്ലാറ്റിനും എന്നോട് മാപ്പ് ചോദിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാനെ, എന്നോട് കരുണയായിരിക്കണമേ, കൃപ ചൊരിയണമേ, ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കടന്നു വരാൻ തടസ്സമായി എന്തെങ്കിലും പാപങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറ്റപ്പെട്ട് കൃപയുടെ വാതിൽ തുറക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ശരിയാണെന്ന് പറഞ്ഞ് നകളിച്ചു നടന്നു, എന്നിൽ പാപമില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു നടന്നു, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ നടന്നു. എല്ലാം തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറയുക, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ നന്മയും തിന്മയും തീരുമാനിക്കേണ്ട നീയാണ് എന്ന് തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറയുക. ദൈവമേ, നീ പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ പാപം, നീ പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ പുണ്യം, നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന ആഗ്രഹത്തോടു കൂടി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം.